കട്ടിപ്പൊക്കത്ത് കാട്ടാനശല്യം രൂക്ഷം, വിളകൾ നശിപ്പിച്ചു. ജനവാസ മേഖലയായ കട്ടിപ്പൊക്കത്ത് കുട്ടികളടക്കം 7ഓളം കാട്ടാനകളാണ് ദിവസവും എത്തുന്നത്. ബുധനാഴ്ച രാത്രി കട്ടിപ്പൊക്കത്തെ പൂക്കാടൻ അബ്ദുവിന്റെ പറമ്പിലെ റബ്ബർ തൈകൾ, തെങ്ങ്, വാഴ തുടങ്ങിയ വിളകൾ കാട്ടാനക്കൂട്ടം നശിപ്പിച്ചു. രാത്രി 10:30-ഓടെയാണ് ആനകൾ ഇവിടെ എത്തിയത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ഒച്ചയെടുത്തും രാത്രി 1 മണിയോടെ ആനകളെ തുരത്തി. 1.5 ആഴ്ചയോളമായി ഈ പ്രദേശത്ത് പതിവായി കാട്ടാനകൾ ഇറങ്ങുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കാട്ടാനക്കൂട്ടത്തെ ഭയന്ന് ഉറങ്ങാനാവാതെ കഴിയുകയാണ് കിഴക്കേ കട്ടിപ്പൊക്കം പ്രദേശത്തെ കുടുംബങ്ങൾ. ഇന്നലെയാണ് രാത്രി ഈ ഭാഗത്തേക്ക് വന്നത്. ഏകദേശം 7 ആനയോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് ലൈറ്റ് ഇട്ടു, പടക്കം പൊട്ടിച്ചിട്ട് പോലും ആന ഇവിടുന്ന് മാറാൻ തയ്യാറായില്ല. പിന്നെ അവസാനമാണ് അവര് പതുക്കെ ഈ കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി. ഏകദേശം രാത്രി ഇന്നലെ വന്നത് ഒരു 10 മണിക്കാണ്. 10 മണിക്ക് വന്നിട്ട് 11:30 മണി വരെ ഈ പ്രദേശത്ത് ആന നിൽക്കുകയായിരുന്നു. ഇപ്പം ഈ തെങ്ങൊക്കെ നശിപ്പിച്ചു. ഈ വീടിന്റെ തുമ്പിക്കൈ അതിന്റെ പത്ര വരെ ചെന്നു. അപ്പോഴേക്കും ആൾക്കാർ ഇവിടെ ഓടിച്ചു കഴിഞ്ഞാൽ പതുക്കെ അവര് സ്ലോയിൽ അങ്ങോട്ട് പൊക്കത്തേക്ക് പോകണ്ടായത്. 2:30 മണി വരെ ആന ഈ റബ്ബർ തോട്ടത്തിലുണ്ടായിരുന്നു. ആന മാത്രമല്ല, ഒരു പുലിയുടെ ശല്യം ഇവിടെ ഉണ്ട്. കാരണം പുലി ഇവിടേക്ക് ആന ഇറങ്ങി വരുന്നതിന്റെ പേരിലാണ് പുലി ഇവിടെ വരുന്നത്. പുലി കൂടാതെ തന്നെ ഈ കാർഷിക വിളകളൊക്കെ നശിപ്പിക്കുന്ന കുരങ്ങ്, മലയണ്ണാൻ, പന്നി, മുള്ളം പന്നി, ഒരുവിധം വന്യജീവികളുടെ എല്ലാ ആക്രമണങ്ങളും ഈ സമയത്ത് കാർഷിക മേഖലയായിട്ടുള്ള ഈ സ്ഥലത്തുണ്ട്. ഇവിടെ നേരത്തെ ഫോറസ്റ്റിന്റെ വണ്ടി ഇവിടെ ഉണ്ടായിരുന്നു, രാത്രി സ്ക്വാഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെയും കാണാനില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു കാര്യമുണ്ട്, അധികൃതരുടെ ശ്രദ്ധ ഈ ഭാഗത്തേക്ക് ഉണ്ടാവണം. കാരണം ഇത്രയും ജനങ്ങള് താമസിക്കുന്ന സ്ഥലമാണ്. ആന വരുന്ന തോട്ടം വീടായിട്ട് ഏകദേശം 2 മീറ്റർ പോലും ഡിസ്റ്റൻസ് ഇല്ല, അകലില്ല. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വനഭൂമി അതിർത്തിയാണ്. അവിടെ സോളാർ വേലി സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ തകർത്തിട്ടാണ് ഈ ആന ഇങ്ങോട്ട് കടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ മറ്റു വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. കുരങ്ങ് വന്നതിന് ശേഷം ഇപ്പൊ തേങ്ങയും ചക്കയും ഇതൊക്കെ നശിപ്പിക്കുന്നുണ്ട്. മലയെണ്ണാൻ, അതോടൊപ്പം പന്നി എല്ലാ വാഴയും ചേന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുത്തി നശിപ്പിച്ചിട്ട് പോവാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് പ്രദേശം മാറി വന്യമൃഗങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമായിട്ട് പ്രദേശം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികൃതർ അതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കണം. കാരണം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. കാരണം ഈ വനമേഖല ഇതൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഈ പറമ്പൊക്കെ ആയിട്ട് ഏകദേശം 2 മീറ്റർ ദൂരെ ഈ പറഞ്ഞ വീടുകളും തമ്മിലുള്ളൂ. വീടുകളുടെ പുറംഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ചൊക്കനൊരു മരണം ഉണ്ടായത് ഇതേപോലൊരു സംഭവത്തിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ, വനപാലകർ, ഗവൺമെന്റ് ഇതൊരു നടപടി സ്വീകരിക്കണം.